ഈ പ്രാവശ്യത്തെ യുവജനോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരു ഉത്തമ വിദ്യാർത്ഥിക്ക് അവാർഡ് കൊടുക്കണം. SSLCക്ക് കൂടുതൽ മാർക്ക് വാങ്ങിയ അനൂപ് ചന്ദ്രന് കൊടുക്കാം. അതൊക്കെ തീരുമാനിച്ചതല്ലേ മാഷേ? സൽസ്വഭാവിയായ സൽമാൻ സത്താറിന് ഒരു പാരിതോഷികവും കൊടുക്കണം. അതൊക്കെ പരിഗണിച്ചു കഴിഞ്ഞതല്ലേ ഗഫൂർ മാഷേ? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓ, മനസ്സിലായി. കാല് തെറ്റി പുഴയിൽ വീണ വയോവൃദ്ധനെ ജീവൻ പോലും വിലവെക്കാതെ ഒഴുക്കിലേക്ക് ചാടി രക്ഷപ്പെടുത്തിയ ബേബി ജോർജ് ആയിരിക്കും സാറിന്റെ മനസ്സിൽ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഏറ്റവും നേരത്തെ ഉണരുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു സ്പെഷ്യൽ സമ്മാനം കൊടുക്കണമെന്നാണ് എന്റെ മനസ്സിലുള്ളത്. അതൊക്കെ നടക്കണ കാര്യമാണോ മാഷേ? നിങ്ങളിത് മരമറിക്കുന്ന കാര്യാക്കണ്ടാന്ന്. ഓരോ ക്ലാസ്സിലെയും നേരത്തെ ഉണരുന്ന കുട്ടികളെ കണ്ടുപിടിച്ച് നിങ്ങൾ ഇവിടെ എത്തിക്കുക. ബാക്കി കാര്യം ഞമ്മളേറ്റ്. എന്തേ നിങ്ങൾ കാലത്തുണരുന്ന സമയം നിങ്ങൾ എഴുതി തന്ന കടലാസിലുള്ളത് സത്യമാണെന്ന് ഈ അധ്യാപകർ വിശ്വസിക്കുന്നു. ഗോപാലമാഷ ആ ലിസ്റ്റ് വായിക്കും. 5:30ക്കും 6:00നും ഇടയ്ക്ക് ഉണരുന്ന കുട്ടികൾ 6 പേരാണ്. വീണ, സീന, റീന. ആൺകുട്ടികൾ ആകാശ്, അഭിലാഷ്, വിവാസ്. 5:00നും 5:30ക്കും ഇടയിൽ ഉണരുന്നത് സേതു, ശേഖർ, ഫാത്തിമ. എന്നാൽ അതിരാവിലെ 4 മണിക്ക് ഉണരുന്നത് ഒരാൾ മാത്രമാണ്. നിങ്ങളുടെ ഇഷ്ടതോഴനും ഈ സ്കൂളിന്റെ പൊന്നോമന പുത്രനും ലീഡറുമായ സൽമാൻ സത്താർ. സൽസ്വഭാവത്തിന് അവാർഡ് നേടിയ സൽമാന്റെ കിരീടത്തിന് ഒരു സുവർണ തൂവലാണ് ഈ പാരിതോഷികം. അവാർഡ് ദാനത്തിന് നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ഗഫൂർ സാറിനെ ക്ഷണിക്കുന്നു. ഈ കൊച്ചുമിടുക്കൻ പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് പിന്നീട് എന്ത് ചെയ്യുന്നു എന്നറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങൾക്കും ആഗ്രഹമില്ലേ? ഉണ്ട്. ഇത്ര നേരത്തെ എണീറ്റ കുട്ടി പിന്നെ എന്താണ് ചെയ്യുന്നത്? ഒന്ന് വിശദീകരിക്കൂ. വിശദീകരിക്കാനൊന്നുമില്ല മാഷേ. മടിക്കണ്ട മോനെ, മോൻ പറഞ്ഞോളി. ബാത്റൂമിൽ പോകും. ഇതിലിപ്പോ എന്താ ഇരിക്കാനുള്ളത്? അതിപ്പോ നമ്മളെല്ലാരും പോന്നല്ലേ, പിന്നെന്ത് ചെയ്യും? അത് പറ. ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ച് വന്ന് പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങും 8 മണി വരെ.